ഞാനെപ്പോഴാ ഇതൊക്കെ പറഞ്ഞത്? വെറുതെ കള്ളം പറയല്ലേ. എടാ, അന്ന് ഇതേ സ്ഥലത്ത് വെച്ചല്ലേ നീ എന്നോട് പറഞ്ഞേ? തനിക്കെന്താ വട്ടുണ്ടോ? ആരെ കുറിച്ചാ താമെന്ന് ചോദിക്കുന്നേ? സാറേ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആ ചായക്കടക്കാരൻ ശിവദാസന എന്നോട് പറഞ്ഞു. സാറേ, എനിക്കൊന്നും അറിയില്ല. ഇത് താൻ കൈവറയ്ക്കാതെ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചു. ഇനി സത്യം പറഞ്ഞു. ചിലരൊക്കെ നടന്നെന്ന് പറയുന്നു, ചിലര് പറയുന്നു നടന്നില്ലാന്ന്. ചിലരെന്ന് പറഞ്ഞ ആരാ? ആ രണ്ടാമത്തെ തെരുവിലെ മുത്തു എന്ന ആളാ. ഓ, ആ കീടോ? കൊല നടന്നത് സത്യമാണ് സാർ. 8 വർഷം മുമ്പ് നടന്ന കൊലയാ. എനിക്കതേ അറിയാം. രാവിലെ മുതൽ മെനക്കെട്ടത് വെറുതെ ആയി സാർ. മണി എന്ന പേരിൽ ഒരു പോക്കറ്റ് അടിക്കാരനുണ്ട്. അവനും മകനും അത് തന്നെയാ തൊഴിൽ. തന്ത വലിയ മിടുക്കനാ പോക്കറ്റ് അടിക്കാൻ. മകൻ അത്രയ്ക്ക് അങ്ങ് പോരാ സാറേ. മിനിങ്ങാന്നും മാർക്കറ്റിൽ മാല പൊട്ടിക്കാൻ നോക്കി, അത് ചീറ്റിപ്പോയി. ആളെ എസ്കേപ്പായി. പക്ഷെ അവന്റെ മോന്ത എല്ലാവരും കണ്ടു. FIR ഉണ്ട് സാർ, അത് വെച്ചൊന്ന് വരട്ടി നോക്കാം. 8 വർഷം മുമ്പ് മാരി ഒരാളെ കൊന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? മാരിയെക്കുറിച്ചോ? അയ്യോ, മാരിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല സാർ. ആരോ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് സാർ. ഓ, അപ്പൊ മോനെ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇട്ടാലോ? ഓക്കെ സാർ, FIR ഒക്കെ റെഡിയാ. അപ്പാ, സാർ ചോദിച്ചു കേട്ടില്ലേ? സാറിന് മാരിയെ കുറിച്ച് എന്താ അറിയാതെ? ഉണ്ടായിരിക്കും. എന്താ എന്തിനാ പേടിക്കുന്നേ? അവൻ എന്ത് ചെയ്യുന്ന? സാറേ, സാർ ചോദിച്ചോട്ടെ. ധൈര്യമായി പറയടൂ, നമ്മളല്ലാതെ വെളിയിൽ ആരും ഇത് അറിയില്ല. അപ്പോഴൊന്നും വേലുവണ്ണന്റെ ഗ്യാങ്ങിന് പവറില്ലായിരുന്നു സാർ. പാണ്ഡ്യ എന്നൊരുത്തനുണ്ടായിരുന്നു. അന്ന് അയാളായിരുന്നു ടോപ്പില്. ആ 2 ഗ്യാങ്ങുകളും തമ്മിൽ എപ്പോഴും മത്സരമായിരുന്നു. ഒരിക്കലും എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മാരി പാണ്ഡ്യയെ കുത്തി എന്നാ പറയുന്നത്. അതിനുശേഷം അതൊരു ഗ്യാങ് വേറായി മാറി. പാണ്ഡ്യയുടെ ഗ്യാങ്ങിനെ അഡ്രസ് ഇല്ലാതെ ആക്കി. അന്ന് മുതൽ ഈ ലൊക്കാലിറ്റിയിൽ ഈ വേലുവണ്ണനാണ് ഫുൾ പവർ. ആ കൊല നടന്നത് നേരിൽ കണ്ടവരാരെങ്കിലും തനിക്കറിയാമോ? ഇല്ല സാർ, മാരി കുത്തുന്നത് നേരിൽ കണ്ടവരാരും ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടില്ല സാർ. മാത്രമല്ല അത് കേസുമാക്കിയിട്ടില്ല. പിന്നെ വേലുവണ്ണന്റെ പവർ വന്നതോടുകൂടി അത് മുഴുവനും മാറ്റി കളഞ്ഞു. അതെങ്ങനെയാണോ? പവറിലുണ്ടായിരുന്ന ഒരു ഗ്യാങ് ലീഡറെയാണ് കുത്തിയത്. അതിനുശേഷമാണ് മാരി വലിയ റൗഡി ആയതും നാട്ടുകാരൊക്കെ അവനെ കണ്ട് പേടിക്കാൻ തുടങ്ങിയതും. പക്ഷെ അവനെ ആരെയാ കൊന്നത്, എങ്ങനെയാ കൊന്നത്, ആർക്കൊന്നും അറിയില്ല. അതെങ്ങനെ അറിയാനാ സാറേ? അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിലല്ലേ അറിയാൻ. സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു റൗഡിക്ക് ഇതുപോലൊരു കൊല ചെയ്തു എന്ന് പറയുന്നത് ഒരു ഗമയല്ലേ സാറേ? അപ്പൊ പിന്നെ എന്താ സാർ ഇത് ആരും അംഗീകരിക്കാൻ തയ്യാറാവത്തെ? എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നല്ലേ? വെറുതെ വരട്ടാൻ വേണ്ടിയാ സാറേ, അല്ലാതെ കാര്യമൊന്നുമില്ല.